ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ ശ്രീലകം. ഞാൻ ഇന്നിവിടെ പൊട്ടറ്റോ കൊണ്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. പൊട്ടറ്റോ ഫ്രൈ. പൊട്ടറ്റോ മാത്രം ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് പറഞ്ഞേക്കണേ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഇത് വളരെ നല്ലതാണ്. അതിനുവേണ്ടി ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങെടുത്ത് തൊലി എത്താതെ കഴുകി എടുത്ത് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. പിന്നെ ഞാനിവിടെ 2 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ എരിക്ക് ആവശ്യമുള്ള രീതിയിൽ പച്ചമുളക് എടുക്കാം കേട്ടോ. പച്ചമുളക് നമുക്ക് ഇതുപോലെ ചെറുതായി വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ചൂടായ പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് അത് പൊട്ടി വരുമ്പോഴേക്കും 2 വറ്റൽമുളക് ഇടുക. മുളകൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് അതിലിട്ട് നന്നായി വഴറ്റിയെടുക്കുക. പച്ചമുളക് നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർക്കുക. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഉരുളക്കിഴങ്ങ് നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് നന്നായി ഇളക്കുക. അപ്പോൾ അതിലേക്ക് എല്ലാ ഭാഗത്തും ഉപ്പും മഞ്ഞളും ഉരുളക്കിഴങ്ങിന് എല്ലാ ഭാഗത്തും നന്നായി പിടിക്കണം. നന്നായി ഇളക്കിയതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് നന്നായി അടയ്ക്കുക. ഒരു 3 മിനിറ്റ് വെച്ച് തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നോക്കുക. അത് ഫ്രൈ ആകുന്നുണ്ടോ, വെന്ത് തുടങ്ങി എന്നൊക്കെ നോക്കണം. ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർക്കുക. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, അത് കഴിഞ്ഞ് 1 സ്പൂൺ ഗരം മസാല, ഇല്ലെങ്കിൽ ചാറ്റ് മസാല ആയാലും കുഴപ്പമില്ല. എല്ലാം കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി യോജിച്ചതിന് ശേഷം ഒന്നുകൂടെ അടച്ചു വെക്കാൻ കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ചെയ്യാൻ. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. മസാലകളെല്ലാം പൊട്ടറ്റോയിൽ പിടിച്ചു കഴിയുമ്പോൾ 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഇളക്കി വാങ്ങാം. പൊട്ടറ്റോ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായോ?